ചില ദിവസമൊക്കെ നമുക്ക് നാട്ടിലത്തെ ഭക്ഷണം കഴിക്കാൻ വല്ലാത്തൊരു കൊതിയൊക്കെ തോന്നും. പിന്നെ ഒന്നും നോക്കത്തില്ല, കയ്യിലുള്ള ഐറ്റം വെച്ച് നാടനൊരു ഊണങ്ങ് തയ്യാറാക്കും. ഇന്ന് ഇവിടുത്തെ താരം ദാ ഇപ്പം വിളമ്പിക്കൊണ്ടിരിക്കുന്ന ഈ ചെമ്മീനാണ്. ഞാനൊരു പ്രത്യേക രീതിയിലാണ് ഈ ചെമ്മീൻ തയ്യാറാക്കുന്നത്. എൻ്റെ റൂംമേറ്റ്സിനൊക്കെ വളരെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കാം, പക്ഷേ എന്നാലും ഞാനൊന്ന് പറയാം. നമുക്കിവിടെ ഈസിലി അവൈലബിൾ ആയിട്ട് ക്ലീൻഡ് ആയിട്ടുള്ള ചെമ്മീൻ കിട്ടും. അതാണ് ഞാൻ യൂസ് ആക്കുന്നത്. നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് ചെമ്മീൻ, കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ്, ഇതൊന്ന് മസാല പുരട്ടി വെക്കും. പിന്നെ ഒരു പാനിലേക്ക് ഈ ചെമ്മീൻ നേരെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം നമ്മൾ എണ്ണ ചേർക്കുന്നില്ല. അതിനോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് വെള്ളം കൂടെ ഒന്ന് കലക്കി ഒഴിച്ച് കൊടുത്ത് അങ്ങ് അടച്ച് വെച്ച് വേവിക്കും. ഇത് വേവുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു ഗ്രേവി തയ്യാറാക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് ചെമ്മീൻ തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കാൻ മറക്കണ്ട. നമ്മളൊരു പാത്രത്തിലേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമ്മൾ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് ഒരു ഗ്രേവി കൺസിസ്റ്റൻസിയിലേക്ക് മാറ്റും. കുറേ വെള്ളമായി പോകാതെയും കുറേ കട്ടിയായി പോവാതെയും നമ്മൾ നോക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന് പെർഫെക്റ്റ് ആയിട്ടുള്ളത്. നമ്മുടെ ചെമ്മീൻ ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ കുറച്ച് എണ്ണ ഇതുപോലെ ഒഴിച്ച് കൊടുത്ത് ഒന്ന് സോട്ടാക്കി എടുക്കണം. ഒരുപാട് ഡീപ്പ് ഫ്രൈ അല്ല വേണ്ടത്. ജസ്റ്റ് ആ എണ്ണയിൽ കിടന്ന് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഒന്ന് തിരിച്ച് മറിച്ച് ഇട്ട് ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഗ്രേവി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചെമ്മീൻ വിത്ത് ഗ്രേവി റെഡിയാണ്. ഇതാണ് എൻ്റെ റൂംമേറ്റ്സിൻ്റെ ഫേവറേറ്റ്. ഞാൻ ഒരു സ്റ്റെപ്പും കൂടെ കൂടുതൽ ചെയ്യും. എനിക്ക് വെളുത്തുള്ളി ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ ഈ ചെമ്മീൻ ഒന്ന് മാറ്റിയതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി ഇതുപോലെ ആ ചട്ടിയിലൊന്ന് വറുത്തെടുത്ത് ഈ ചെമ്മീനും കൂടെ മിക്സാക്കി ഒന്ന് ഡ്രൈ ആക്കിയാണ് ഞാൻ കഴിക്കാറ്. നമ്മുടെ ഗ്രേവി ആയിട്ടുള്ള ഐറ്റം പുട്ടുമായിട്ടൊക്കെ ഒരു ഉഗ്രൻ കോംബോ ആണ്. ഇത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നെക്സ്റ്റ് ടൈം ചെമ്മീൻ കുക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് എങ്ങനെ വന്നു എന്നുള്ളത് കമൻറ്റിൽ അറിയിക്കൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്